മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ഇന്റലിജന്റ് ആയി എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ടെക്നിക്കാണ് സാറേ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വിത്ത് PYQ ആണ് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒരുപാട് കുഞ്ഞുമക്കൾ പറഞ്ഞ ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ലോജിക് വെച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യമാണ് സാർ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിലേക്ക് വന്നാലോ? ഓക്കെ ആണല്ലോ. സോ മക്കളെ, ചോദ്യം നോക്കിയിടാ. PYQ ചോദിച്ചാൽ പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് USS എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, SSC ചോദ്യമാണ്. ബട്ട് എന്താണ്, ഒരുപാട് കുഞ്ഞുമക്കൾ എന്ത് പറഞ്ഞു, വണ്ടർ അടിച്ചാലേ എനിക്കറിയില്ല ആൻസർ എന്ന് പറഞ്ഞ ചോദ്യമായിരുന്നു. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കിലൂടെ ആൻസറിൽ എത്താൻ പറ്റും. ആ ലോജിക്കാണ് സാർ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ മക്കളെ നോക്കിയിടാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്റ്റഡി ഓഫ് കോയിൻ ഈസ് കോൾഡ്. എന്താണ്? നാണയങ്ങളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇതാണ് ചോദ്യം. സോ മക്കളെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എപ്പിഗ്രഫി കൊടുത്തു, ആർക്കിയോളജി, ന്യൂമിസ്മാറ്റിക്സ്, ആസ്ട്രോണമി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്റെ കുഞ്ഞു മക്കൾക്ക് സപ്പോസ് എന്താണ് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താ അറിയില്ല, മക്കൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ. ബട്ട് നിങ്ങൾക്ക് എന്താ പറ്റും, സ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോജിക്ക് വെച്ച് സാറ് പറയാൻ പോകുന്ന ഈ ഒരു ലോജിക്ക് വെച്ച് ആൻസറിൽ എത്താൻ പറ്റും. എന്താണ് ലോജിക്ക്? മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യം 1-2 തവണ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ അതിലുള്ള ഒരു ടെക്നിക്കാണെന്ന് മക്കളെ സ്റ്റഡി ഓഫ് കോയിൻസ്. കോയിൻസിനെ കുറിച്ചുള്ള പഠനം. മക്കളെ, കോയിൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായിരിക്കും വരിക? യെസ്, ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ട, 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ ഉണ്ട്, 5 rupee കോയിൻ ഉണ്ട്, 10 rupee കോയിൻ ഒക്കെ ഉണ്ടല്ലേ. 1 രൂപയുടെ കോയിൻ ഉണ്ട്, 2 രൂപയുടെ കോയിൻ, 5 രൂപയുടെ കോയിൻ, 10 രൂപയുടെ കോയിൻ, അങ്ങനെ ഒരുപാട് കോയിൻസിന്റെ ചിത്രമല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഓഫ് കോഴ്സ് ആയിരിക്കും അല്ലേ. സോ അത് എന്തുമായിട്ട് കണക്ട് ആണ്? നമുക്ക് നമ്പേഴ്സുമായിട്ട് കണക്ട് അല്ലേ. 1, 2, 5, 10, 20 ഇതൊക്കെ എന്താണ്, നമ്പേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളുടെ ഓപ്ഷനിലുണ്ടോ, അതായിരിക്കും നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. യെസ്, വെരി ഗുഡ്. എന്റെ കുഞ്ഞുമക്കള് മനസ്സിൽ ആൻസർ പറയുന്നുണ്ട്. ന്യൂമിസ്മാറ്റിക്സ് അല്ലെ. നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് അതിലുണ്ടെന്നാണ്, ന്യൂമിസ്മാറ്റിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് എന്തല്ല, നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ന്യൂമിസ്മാറ്റിക്സ് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെക്നിക്കും യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു മോഡൽ ചോദ്യം സാർ കാണിച്ചിട്ട് ആ ചോദ്യത്തിനെ എങ്ങനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം സാർ കാണിച്ചു തരാം. ഓക്കെ, സോ മക്കളെ, ചോദ്യം നോക്കടാ. എന്താണ് ചോദ്യം? യെസ്, ഒന്ന് ചോദ്യം നോക്കിടാ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്രാമസഭ ഫ്രം ദ ഫോളോവിങ്. താഴെ പറയുന്നവയിൽ നിന്നും ഗ്രാമസഭയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. മക്കളെ ശ്രദ്ധിക്കുക, ഗ്രാമസഭയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം USS എക്സാമിനേഷൻ എന്തായിരിക്കും, ശരിയായ പ്രസ്താവന കണ്ടെത്താനുണ്ടായിരിക്കും, തെറ്റായ പ്രസ്താവന കണ്ടെത്തായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്താണ്, ശരിയായ പ്രസ്താവന കണ്ടെത്താനാണോ ചോദിച്ചിട്ടുള്ളത്, ഓർ തെറ്റായ പ്രസ്താവനയാണ്? ഇവിടെ എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, സോ മക്കൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗ്രാമസഭയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയടാ. എന്താണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ? ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമത്തിലുള്ള അഡൾട്ട് ആയിട്ടുള്ള അല്ലെ 80+ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സഭയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാമസഭ എന്ന് പറയുന്നത് അല്ലെ ആണല്ലോ. പ്രായപൂർത്തിയായുള്ള ആളുകളായിരിക്കും ആ ഒരു സഭയിൽ ഉണ്ടായിരിക്കുക. ഇത് ഫണ്ടമെന്റലി നമുക്ക് എന്തായിരിക്കും, അറിയായിരിക്കും. പിന്നെ നമുക്ക് എന്തായിരിക്കും, ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി അല്ലെ, നമ്മുടെ വില്ലേജിൽ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഭയായിരിക്കും ഇതെന്ന് നമുക്ക് അറിയാലോ. ഗ്രാമസഭയെ കുറിച്ച് നമുക്ക് അറിയാം. ബട്ട് എന്താണ്, ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ആൾ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു ടെക്നിക്കൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കിയിടാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ഗ്രാമസഭ ഡസ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഗ്രാമസഭ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഇത് റൈറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ മക്കളെ? നോ, നെവർ. എന്താണ്, ഇത് റൈറ്റ് ആൻസർ അല്ല. ബിക്കോസ് എന്താണ്, ഗ്രാമസഭ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു സഭ കൂടിയാണ് അല്ലെ. ആ സഭ എന്ത് ചെയ്യുന്നില്ല, ഗ്രാമസഭ എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്മെന്റൽ പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ഓപ്ഷൻ എന്തായിരിക്കും, റോങ് ആൻസർ ആയിരിക്കും. ഇത് കോമൺ സെൻസ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കോമൺ സെൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ അത് റോങ് ആണെന്ന് അറിയാം. ഇനി ബിയും സിയും നോക്കിയാൽ മക്കളെ, ബിയും സിയും ഒന്ന് വായിച്ചു നോക്കിയാ. ബി എന്താണ്, വാർഡ് മെമ്പർ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ദി ഗ്രാമസഭ അല്ലെ. എന്താണ് ചോദ്യം, ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് മക്കളെ, വാർഡ് മെമ്പർ ആണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പർ ആണോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ, ഇനി അതൊന്നും അല്ല പ്ലോക്കിലുള്ള മെമ്പറോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ കൺഫ്യൂഷനുള്ള ഓപ്ഷൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അവിടെ വെക്കുക.
അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കുക എന്തെങ്കിലും സിമ്പിൾ ആണോ എന്ന് നോക്കാലോ. എന്താണ് ഓപ്ഷൻ? ഗ്രാമസഭ എൻഷ്യൂർസ് ഈക്വാലിറ്റി. എന്താണ് മക്കളെ? ഈക്വാലിറ്റി. ഗ്രാമസഭ എന്ത് ചെയ്യുന്നു? പൗരസമത്വം ഉറപ്പാക്കുന്നു. ഈ ഒരു ഓപ്ഷൻ ശരിയാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്? അല്ലേ, സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഗ്രാമസഭ നമ്മൾ എന്താ, ഗ്രാമത്തിലെ ആളുകൾക്ക് നല്ലത് ചെയ്യാനുള്ള ഒരു സഭയായിരിക്കും, ഓഫ് കോഴ്സ് ആയിരിക്കും. ആ അർത്ഥത്തിൽ എന്താണ് ഈ ഓപ്ഷൻ സി ശരിയാനുള്ള സാധ്യത ഉണ്ടോ? ഓഫ് കോഴ്സ് എന്താണ് ശരിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതവിടെ വെക്കുക. ബിക്കോസ് എന്താണ്, ഒരു ഓപ്ഷനും കൂടി റിമൈനിങ് ആണ്. ആ ഓപ്ഷൻ കൂടി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ USS എക്സാമിനേഷനിൽ OMR ഷീറ്റിൽ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ആ ചോദ്യം എന്താണ് മക്കളെ? ഓപ്ഷൻ ഡി എന്താണ്? ദ ഗ്രാമസഭ ഈസ് കൺവീൻഡ് വൺസ് എ ഇയർ. എന്താണ്? ഗ്രാമസഭ വർഷത്തിൽ ഒരിക്കലാണ് വിളിച്ചു ചേർക്കുന്നത്. വർഷത്തിൽ ഒരിക്കലായിരിക്കുമോ, വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും? ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാലോ. അപ്പൊ നിങ്ങൾക്ക് ബിയും സി എന്താണ്, ബിയും ഡിയും എന്താണ്? ഭയങ്കരമായ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനുള്ള ഓപ്ഷനിൽ വെച്ച് എന്ത് ചെയ്യും, പല കുഞ്ഞുമക്കൾ എന്ത് ചെയ്യും, റോങ് ആയിട്ടുള്ള ആൻസർ ചെയ്യും. ബട്ട് എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സി അവിടെ കിടക്കുന്നുണ്ടായിരുന്നാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഗ്രാമസഭ എൻഷുവേഴ്സ് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. സോ അതായിരിക്കും എന്തുണ്ടായിരിക്കുക, ആ ജനറൽ ആയിട്ടുള്ള ആരെയും നോവിക്കാത്ത ആ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കുക. ഇതൊരു ലോജിക്കൽ അപ്രോച്ച് ആണ് ഇതുപോലെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്തായിരിക്കും മക്കളെ? യെസ്, ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ സി എന്ന് എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ എന്ത് ഈ വീഡിയോ ഷെയർ ചെയ്യും, പ്ലസ് എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ലയൺ എന്നത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ. സോ ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കൽ ബേസിക്കലി എന്താണ്, ഇതുപോലുള്ള വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, എന്റെ കുഞ്ഞു മക്കൾ എന്ന് വിചാരിക്കും, അയ്യോ ഇതെന്താണ് ഭയങ്കര ടഫാണെന്ന് വിചാരിക്കും. ബട്ട് എന്താണ്, ഒരുപാട് ടെക്നിക്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ബേസിക്കലി MCQ ക്വസ്റ്റ്യൻസ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു കാര്യം തന്നെ എന്താണ്, എല്ലാം പഠിച്ച് ആൻസർ ചെയ്യാന്നുള്ളത്. പഠിക്കാത്ത അറിയാത്ത ചോദ്യങ്ങൾ വരുമ്പോഴെന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ കൂടി നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യും, പ്ലസ് എന്താണ് എലിമിനേഷൻ ടെക്നിക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് നിങ്ങൾക്കുണ്ട്. ബേസിക്കലി ഏതാണ്, ദാറ്റ് ഈസ് ക്ലാസ് 7 അവഞ്ചേഴ്സ് 2.0 ആണ് മക്കളെ. അവഞ്ചേഴ്സ് 2.0 സൈലം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾ ഫുൾ പാക്കേജ് ആണ് അല്ലെ. ഓൺ എക്സാം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം, ആകെ ടെൻഷനിലായിരിക്കും. ബിക്കോസ് എന്താണ്, ഓൺ എക്സാം ടഫായിരുന്നു, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ ആകെ കുഴക്കിയിട്ടുണ്ടാവും. അല്ല, അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതാന്ന് വിചാരിച്ച എക്സാം ആണ്, ബട്ട് എന്താണ് പാളി പോയിട്ടുണ്ടാവും. ബട്ട് എന്താണ്, നിങ്ങൾ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ സെറ്റ് ആക്കാം, USS എക്സാമിനേഷൻ സെറ്റ് ആക്കാം, ഓഫ് കോഴ്സ് എന്താണ് ആനുവൽ എക്സാമിനേഷനും സെറ്റ് ആക്കി എടുക്കാം. എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ അവഞ്ചേഴ്സ് 2.0 ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മെച്ചം? ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും, ഡെയിലി നിങ്ങൾക്ക് എന്നിട്ടായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ആ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും ബൈ കേരളാസ് മോസ്റ്റ് ട്രെൻഡിങ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും, റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടാത്ത നിങ്ങൾക്ക് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ എൻക്വയറീസ് എല്ലാം പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതിനുള്ള റിപ്ലൈ തരുന്നു മക്കളെ. സോ അത്രയും ഒരുപാട് സ്പെഷ്യാലിറ്റിയില്ല ഈ ഒരു ബാച്ചിൽ. ബേസിക്കലി നിങ്ങൾക്ക് എന്താണ്, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ ദിസ് വീഡിയോ ഈസ് ഓവർ, ബട്ട് ദ roar of learning never ends. This is your man Ashik sir, just signing off. Bye. Thank you.